പിന്നെ റിവൈവൽ എന്ന് പറയുമ്പോൾ തന്നെ പണം ഉണ്ടാക്കാനുള്ള ദൈവം എന്തോ പണം ഇപ്പോൾ നൂലേൽ ഇറക്കി തരുമെന്നുള്ള ഒരു സിദ്ധാന്തമാണ്. ഈ കാണുന്ന നൂതന ഉണർവ് സംഘങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളുടെ വേദശാസ്ത്ര അടിത്തറ പെന്തക്കോസ്റ്റൽ വേദശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല ഘടകവിരുദ്ധമാണ്. പെന്തക്കോസ്റ്റൽ തിയോളജിയും ഇന്ന് കാണുന്ന ഈ നൂതന ഉണർവ് സംഘങ്ങളിൽ വെളിപ്പെടുന്ന ആ ആത്മപ്രവൃത്തി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന അതിൻ്റെ പിന്നിലുള്ള ദൈവശാസ്ത്രം രണ്ടും ഒരു അർത്ഥത്തിലും ചേർച്ചയുള്ളതല്ല. മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾ ഇന്നല്ല ഇന്നലെയല്ല 70 വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ഈ പ്രവണതകളെ ഖണ്ഡിച്ചു വരികയാണ്. നമുക്ക് പെന്തക്കോസ്റ്റ് ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ഉള്ളത് നല്ലതാണ്. നമസ്കാരം. കാർപ്പൻറ്റേഴ്സ് ഡെസ്കിൻ്റെ ഈ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചെയ്യുന്ന ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, ഞങ്ങൾ ചെയ്യുന്ന വർക്കിനെ സപ്പോർട്ട് ചെയ്യുക, ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം സോഷ്യൽ മീഡിയയിൽ കണ്ടുവന്ന ഒരു ഫിനോമിനനാണ് ബാംഗ്ലൂർ റിവൈവൽ. പല വീഡിയോസും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുകൂടാതെ വാട്സപ്പ് ഷെയറുകളിലൊക്കെ പല വീഡിയോസ് നമ്മൾ കണ്ട്. ഇപ്പോഴും ആ ഒരു റിവൈവൽ ഓൺഗോയിങ് ആണ്. ഇന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളുമായിട്ട് സംസാരിക്കാൻ എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായിരിക്കുന്ന പാസ്റ്റർ ആൽബി തോമസ് നമ്മുടെ കൂടെ ഒപ്പമുണ്ട്. നമസ്കാരം പാസ്റ്റർ. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം പാസ്റ്റർ ആൽബി ഈസ് എ ഫെമിലിയർ ഫേസ്. കാരണം അദ്ദേഹത്തിൻ്റെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹീസ് നോട്ട് എ ന്യൂ പേഴ്സൺ ടു യു. സോ ഇസ് ദിസ് എ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു ഇൻ്റർവ്യൂ സെറ്റപ്പിൽ ആദ്യമായിട്ടാണോ? ഇങ്ങനെ ഇൻ്റർവ്യൂ സെറ്റപ്പിൽ ഔട്ട്സൈഡ് ഓഫ് മൈ ചർച്ച് ദിസ് ഇസ് ഫസ്റ്റ് ടൈം. റൈറ്റ്, ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഫോർ us as well. Even though everybody is aware of him, I will just introduce you to him. He is right now the associate pastor at New Life AG Church. മാത്രമല്ല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് MTH കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതും കൂടെ ഉണ്ട്. as I proceed to our discussion, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പം കേൾക്കുന്ന ഒരു വാക്കാണല്ലോ റിവൈവൽ, എസ്പെഷ്യലി ആഫ്റ്റർ ദി ആസ്ബറി റിവൈവൽ. ഈ ബാംഗ്ലൂർ റിവൈവലിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ, റൈറ്റ്? ഇറ്റ് ഈസ് ഡേ 65 ആണ്. ഡേ 65. സോ what is your initial thoughts? എന്താണ് പാസ്റ്റർ ആൽബിക്ക് ആദ്യമായിട്ട് ഉള്ള ഒരു നിഗമനം എന്താണ് ഇതിനെക്കുറിച്ച്? ഞാൻ വളരെ ഉണർവിനോട് ഒരു അനുഭവമുള്ള വ്യക്തിയായിട്ടാണ് എന്നെ തന്നെ മനസ്സിലാക്കുന്നത്. പെന്തക്കോസ്ത് അനുഭവം നല്ല പ്രായത്തിൽ തന്നെ ലഭിക്കുവാനും അതിൽ വ്യക്തിപരമായ ഒരു ബോധ്യമുണ്ടായ ഒരു പശ്ചാത്തലം എനിക്കുള്ളത് കൊണ്ട് ഉണർവിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന വ്യക്തിയാണ്. ബട്ട് ഏത് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ആത്മീയ ശുശ്രൂഷകളെയും തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണേണ്ടതാണെന്ന എൻ്റെ വളരെ ശക്തമായ ഒരു നിലപാട്. കാരണം ബൈബിളിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് അതിന് മുൻപ് ഒരിക്കൽ നടക്കാത്തതുപോലും അത് കഴിഞ്ഞ് ഒരിക്കൽ നടക്കാൻ കഴിയാത്തതുപോലുമുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് മൊമെൻ്റായി ആദിമസഭയുടെ സ്ഥാപനത്തിൽ ഹോളി സ്പിരിറ്റ് വന്നു. ഒരു പക്ഷേ ഹിസ്റ്ററി തന്നെ മാറ്റി മറിച്ച ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ആത്മാവിനെ അയക്കാമെന്ന് കർത്താവ് പറഞ്ഞ ആ പ്രോമിസിന്റെ ഫുൾഫിൽമെന്റാ. അപ്പം ഇൻ എ സ്പെഷ്യൽ വേ ദ സ്പിരിറ്റ് ഇസ് ഇൻ വർക്ക് ഇൻ ദ ചർച്ച്. അങ്ങനെ ചർച്ചിന്റെ ബിഗിനിങ് നടക്കുക. അവിടെ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവിടുത്തെ ചില അടയാളങ്ങളുണ്ട്. 5 മുതലുള്ള വാക്യങ്ങളിൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടു നിൽക്കുന്നവരുടെ ഇടയിലുള്ള ഒരു ആശയക്കുഴപ്പം, പുതുവീഞ്ഞു കുടിച്ചതാണെന്നൊക്കെ പറഞ്ഞ ഒരു ആശയക്കുഴപ്പമുണ്ട്. അവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, പത്രോസ് അതിനെ ക്ലാരിഫൈ ചെയ്യുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 11 പേരുടെ കൂടെ എഴുന്നേറ്റ് നിന്നപ്പോൾ താൻ തൻ്റെ ആ ക്ലാരിഫിക്കേഷൻ, ഇപ്പോൾ നടന്ന കാര്യത്തിൻ്റെ യാഥാസ്ഥികത പറയുമ്പോൾ തനിക്ക് പറയാനുള്ളത് 16-ാം വാക്യത്തിൽ യോയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, യോയേൽ 2:18 മുതൽ 22 വരെ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും. He is backing that experience with scripture. തിരുവെഴുത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ പത്രോസ് സ്ഥിരീകരിക്കുന്നത്. സോ അതുകൊണ്ട് നാം ഈ ഡിസ്കഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഏത് അനുഭവമാകട്ടെ അത് തിരുവെഴുത്തിന്റെ അടിത്തറ കൂടാതെ അതിനൊരു നിലനിൽപ്പുമില്ല. അപ്പൊ നമ്മൾ ഇതിനെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തന്നെ ആ റിവൈവലിന്റെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞ്
പൊട്ടത്തരം പറയുന്നതാണ് റിവൈവൽ. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ കുറിച്ച് സംസാരിച്ച്, മിറക്കിൾ മണി, പല കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീഡിയോയിലേക്കൊന്ന് ഈ ഒരു ഇതിലേക്കൊന്നും ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ആ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ആഴമായിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതിന് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ഈ ബാംഗ്ലൂരിൽ നടക്കുന്നത്, ഈസ് ഇറ്റ് ജെനുവിൻലി എ റിവൈവൽ? ഐ റിയലി ഡൗട്ട്. എനിക്ക് പറയാൻ കഴിയുന്നത് തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ, തിരുവെഴുത്തിലും ചരിത്രത്തിലും റിവൈവൽ നടന്നത് ദൈവവചന പ്രഘോഷണത്തിൻ്റെ ഒരു അനന്തര ഫലമായിട്ടാണ് റിവൈവൽ നടന്നത്. ഓക്കെ, ഒരു ഉദാഹരണം മാത്രം ചിന്തിച്ചാൽ നെഹമ്യാവ് 8-ാം അധ്യായത്തിൽ അവിടെ ഒരു ഉണർവ് നടക്കുക. പക്ഷെ അവിടെ നടന്ന ഉണർവ് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ഉയർന്ന വേദിയിൽ ഒരു പുൾപിറ്റുണ്ട്. ആ പുൾപിറ്റിൽ ന്യായപ്രമാണം തുറന്നു വച്ചിരിക്കുന്നു. എസ്രാ ശാസ്ത്രി തിരുവെഴുത്തുകൾ വായിക്കുന്നു. മനസ്സിലാക്കാൻ പ്രായമുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അത് കേൾക്കുന്നു. അത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവർ വലിയ പാപബോധം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അസാധാരണമായ ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആത്മിക ഒരു നവോത്ഥാനമാണ്, ഒരു സ്പിരിച്വൽ റിന്യൂവലാണ്. ആത്മികമായ മന്ദതകൾ മാറി ഒരു ജീവന്റെ അനുഭവം വരുന്നതാണ്. ഒരു ലൈഫ് ഇങ്ങനെ ഒരു എൻലിവനിങ് ഓഫ് ദ സ്പിരിറ്റ് ആണ് നമ്മൾ ഈ ഉണർവുകളെല്ലാം കാണുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾവേസ് ആസ് എ റിസൾട്ട് ഓഫ് വേർഡ് മിനിസ്ട്രി. ദൈവവചന ശുശ്രൂഷയിൽ കൂടിയാണ് ഈ ഉണർവുകളെല്ലാം. ചരിത്രത്തിൽ പോലും ഗ്രേറ്റ് അവേക്കനിങ്, ജോണതൻ എഡ്വേർഡ്സിന്റെ കാലഘട്ടത്തിൽ നടന്നതെല്ലാം ഇറ്റ് ഇസ് ബൈ ദ പ്രീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തിയെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളായിട്ട് പല സ്കോളേഴ്സും വിളിക്കാറുണ്ട്. എനിക്ക് അതിനോട് വളരെ യോജിപ്പുണ്ട്, ഒരു തർക്കവുമില്ല. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ ഒരു സത്യം, അപ്പോസ്തല പ്രവൃത്തി എന്ന ചരിത്ര പുസ്തകം, ആത്മപ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഇറ്റ്സ് ലൈക്ക് 18 സർമൺസ്, 18 ഹോൾ പ്രസംഗങ്ങളാണ്. ആ ഒന്നാമത്തെ ആ ഒരു ഉണർവ് തന്നെ പ്രസംഗത്തിൽ ചെന്ന് ക്ലൈമാക്സ് ആകുകയും പ്രസംഗത്തിൽ നിന്ന് ഒരു 3000 people are coming and being added to the church. Every third verse in Acts of the Apostles is part of a preaching. So ഒരു preaching book ആയിട്ട് തന്നെ ആക്സിനെ കാണുന്നു. ആത്മനിർവ്, ആത്മശക്തി, ദൈവവചനം നമ്മളെ പറയുവാൻ സഹായിക്കുന്നു. ദൈവവചനം പ്രാഗൽഭ്യത്തോടെ, ഭയം കൂടാതെ ബോൾഡ്നെസ്സോടെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ആത്മാവിനാൽ ജനത്തിലുണ്ടാകുന്ന മാറ്റമാണ് യഥാർത്ഥത്തിൽ ഒരു ഉണർവിൽ സംഭവിക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ആണല്ലോ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ വീഡിയോസ് കാണുമ്പോഴത്തേനും അവിടെ ഒരു വേർഡാണ് പ്രീച്ച് ചെയ്യുന്നത്, കാരണം അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അതാണോ ഉദ്ദേശിക്കുന്നത്? അത് ബൈബിൾ തുറന്ന് കുറെ വാക്യങ്ങൾ വായിച്ച്, പിന്നെ ഞാൻ ടാൻസാനിയയിൽ പോയപ്പോൾ അത് നടന്നെന്നും ഞാൻ ബംഗ്ലാദേശിൽ അത് കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വചനം വ്യാഖ്യാനിക്കണം. പത്രോസ് എന്താ ചെയ്തത്? ഉണർവ് വെളിപ്പെട്ടപ്പോൾ പഴയ നിയമത്തെ എടുത്ത് വ്യാഖ്യാനിക്കുക. ദാവീദ് പറയുന്നു, അവിടുത്തെ ദാസന്, അവിടുത്തെ അഭിഷക്തന് ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. മരണഭാഷകൾ അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. സോ ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്ചർ എടുത്ത് തെളിയിക്കുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവാണ് മശിഹ എന്ന് പറഞ്ഞതുപോലെ തിരുവെഴുത്തുകളെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ്. അല്ലാതെ ചില ക്രിറ്റിസിസം വന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു വ്യക്തിയെ നിർത്തി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, കുറെ അനുഭവങ്ങൾ അവിടുന്ന് ഇവിടുന്നും പറഞ്ഞ് ആൾക്കാരെ ഒരു നല്ലൊരു ഗുഡ് ഫീലിംഗിൽ കൊണ്ടുപോകുന്നതല്ല ഉണർവ്. ദൈവവചനത്തിൻ്റെ പഠനത്തിലേക്കും ധ്യാനത്തിലേക്കും അനുസരണത്തിലേക്കും ഒരു കമ്മ്യൂണിറ്റി പണ്ടുള്ളതിനേക്കാൾ ഡയറക്റ്റഡ് ആകുന്നതാണ് യഥാർത്ഥമായ ഒരു ഉണർവ്. അപ്പം പൊതുവെ നമ്മൾ ഈ കാണുന്നത്, റിവൈവലിൽ പൊതുവെ കാണുന്നത് ദർ ഇസ് എ ഹ്യൂജ് ഹങ്കർ ഫോർ ഗോഡ്. മാത്രമല്ല എന്താ പറയുന്ന, ഒരു പാപത്തിനെ കുറിച്ചൊരു ബോധവും ഒരു റീഡെഡിക്കേഷനും, പിന്നെ അതിൽ കൂടെ മിഷൻസും ഒക്കെ നമ്മൾ ഹിസ്റ്റോറിക്കലി വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയാം. ചിലർ പറയാറുണ്ട്, ഈ ഉണർവ് എന്നൊക്കെ പറയുന്ന സംഘങ്ങളിലും പറയുന്നത് ജനം ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ദാഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. കാരണം കാരണം ഉണർവ് വരുന്നു. ഇപ്പോൾ ചില കോൾ ലെറ്റേഴ്സ് വരാൻ പോകുക.
ഇപ്പോൾ ചില എന്താ ഓഫേഴ്സ്, ചില എന്താ PR-ന്റെ പ്രോസസ്സുകൾ ഡെസ്കിൽ നിന്ന് ക്ലിയർ ഔട്ട് ആകാൻ പോകുകയാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ പോകുകയാണ്. അപ്പൊ ഒരു വ്യക്തി പറഞ്ഞ എന്താ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂയുടെ സിൽവർ ഏഞ്ചൽ ഇവിടെ വന്നിട്ടുണ്ട്. അവിടേക്കൊക്കെ നമുക്ക് പോകണം. എന്തോ ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്ത ശരിക്കും കളറുണ്ടോ? ഞാൻ ഇതുവരെ പുസ്തകത്തിൽ ബൈബിളിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ വിദഗ്ധർ പറയുന്നത് അങ്ങനെ വ്യത്യസ്ത ആക്ടിവിറ്റിക്ക് അനുസരിച്ച് കളർ മാറുന്ന അല്ലെങ്കിൽ കളറുള്ള ഏഞ്ചൽസ് ഉണ്ട്. അവർ കാണുന്ന വിഷൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരുവെഴുത്തിൽ പറയുന്ന ഓരോ അനുഭവങ്ങളും അത് വെറിഫയബിളാ എന്ന് പറഞ്ഞാൽ പത്രോസ് പറയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഭാഗം പഠിപ്പിക്കുമ്പോൾ, യെരുശലേമിലുള്ള ഏതെങ്കിലും ഒരു മിടുക്കൻ യേശുവിന്റെ ബോഡി അവിടെ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നെങ്കിൽ ആ പ്രസംഗം അപ്പൊ പൊട്ടിക്കാൻ, പിന്നെ പ്രസംഗത്തിന് സ്ഥാനമില്ല. അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഈസ് ബേസ്ഡ് ബൈ ഫാക്ട്സ്. അത് വെറിഫയബിൾ ആ. ഒരു വ്യക്തിക്ക് വേണം അതിന് ഡിസ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരാൾ പറയാം ഞാൻ ബ്ലൂ ഏഞ്ചലിനെ കണ്ടു. ഒരാൾ പറഞ്ഞതാ, ഈ ഉണർവിൽ പറഞ്ഞതാ, 1.5 വർഷമായിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ ദൂതനെ കാണും. എനിക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ടത് ആരെയാ? ദൂതനെ. എനിക്ക് മനസ്സിലാകാത്ത. അപ്പൊ അത് വെറിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പോയി പറയാൻ പറ്റത്തില്ല കണ്ടില്ലെന്ന്. ഒരാൾ കണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ സാറ് കണ്ടു, ഞാൻ സമ്മതിച്ചു. പക്ഷെ അതൊരു നോൺ വെറിഫയബിൾ, നോൺ ഫോൾസിഫയബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിലല്ല ഉണർവ് നിൽക്കുന്നത്. ഉണർവ് നിൽക്കുന്നത് ഫോൾസിഫയബിൾ ആയ ആൾക്കാർക്ക് വേണ്ടി വെറിഫൈ ചെയ്യാൻ കഴിയുന്ന തിരുവെഴുത്തിലാണ് ഉണർവിന്റെ അടിത്തറ. അല്ല ഏതോ ആൾക്ക് ഉറക്കത്തിലോ എന്തോ ബോധമുള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ തോന്നുന്ന ഒരു വെളിപാടോ, ചിലർ പറയുന്ന പോലെ വെളിപാട് ഒരു വെളിവുകേടോ അല്ല ഉണർവിന്റെ ആധാരം. സ്ക്രിപ്ചറാണ് യഥാർത്ഥമായ റിവൈവലിന്റെ ആധാരം. ഓക്കെ, നമുക്ക് ആ സ്ക്രിപ്ചർ പാർട്ടിലേക്ക് വരാം. പക്ഷേ അതിന് മുമ്പ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്നെ കേൾക്കുന്ന ആൾക്കാരും ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ഒക്കെ നമ്മൾ പലപ്പോഴും ഈ വീഡിയോയുടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യരുത്. പിന്നെ ഈ റിവൈവൽ നടത്തുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യരുത്. കാരണം ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ പറയുന്നത് കേട്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നവൻ ശപിക്കപ്പെടും, ഏറ്റെടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പരീശന്മാരാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ വേദപുസ്തകത്തിൽ കർത്താവാണ് കൂടുതൽ പരീശന്മാരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട്. അപ്പം ടു ക്രിട്ടിസൈസ് ഓർ നോട്ട് ടു ക്രിട്ടിസൈസിനേക്കാൾ ഉപരി ഇവർ ഈ ചെയ്യുന്നത് വചനപ്രകാരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. അതെനിക്ക് തോന്നുന്നു എല്ലാ ബിലീവറിൻ്റെയും ഒരു ഉത്തരവാദിത്തം. പല വാക്യങ്ങളും ഉണ്ടല്ലോ, ഒന്നൊന്ന് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പം നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യമുള്ളത്, തിരുവെഴുത്ത് നമുക്ക് തരുന്ന അധികാരവും ഉത്തരവാദിത്വവുമാണ് ആത്മിക അനുഭവങ്ങളെയും ആത്മിക ശുശ്രൂഷകളെയും വിലയിരുത്തുക എന്ന് പറയുന്നത്. അത് തിരുവെഴുത്ത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17:11 വരുമ്പോൾ പൗലോസ് എന്ന വ്യക്തി പ്രസംഗിച്ചു. പൗലോസ് ആരാ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വെളിപ്പാടുകളുടെ ആധിക്യമുള്ള പൗലോസ് പ്രീച്ച് ചെയ്യുമ്പോൾ ബെറോവയിലുള്ള വിശ്വാസികൾ അവരെന്ത് ചെയ്തു? അവർ ഓരോ ദിവസവും വീട്ടിൽ പോയി അവർ സന്തോഷത്തോടെ ദൂത് ഏറ്റെടുത്തു. പക്ഷെ വീട്ടിൽ ചെന്ന് അവർ ശോധന ചെയ്തു, ഇത് തിരുവെഴുത്തിൽ ഉള്ളതാണോ എന്ന്. അപ്പോൾ ക്രിറ്റിസിസം, ചിലർ ചിന്തിക്കുന്ന ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറട്ടെ. ചിലർ ചിന്തിക്കുന്നത് ഞങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് തിരുത്തി കാണിക്കുന്ന വ്യക്തികൾക്കോ ശുശ്രൂഷിക്കാൻ അവസരങ്ങളോ വേദികളോ ഇല്ലാത്തത് കൊണ്ട് അസൂയ മൂത്ത് ഇത് എന്താ കണ്ണുകടി എന്നൊക്കെ പച്ച മലയാളത്തിൽ പറയും, അതുകൊണ്ട് പറയുന്നതാണ്. അല്ല, ഒരാളെ കർത്താവ് ഉപയോഗിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സഹോദരനോട് സുഹൃത്തിനോട് പറഞ്ഞതുപോലെ, അവിടെ ഒരു അത്ഭുതം നടക്കട്ടെ, ഇങ്ങനെ പറയുന്ന ഇടങ്ങളിൽ ഒരു മുടന്തൻ നടക്കട്ടെ, അല്ലെങ്കിൽ ഒരു കാഴ്ച ഒട്ടുമില്ലാത്തതിന് കണ്ണ് കാണട്ടെ, ഞാൻ അതിൽ കർത്താവിൽ സന്തോഷിക്കും. നല്ല കാര്യം. അങ്ങനെ ഒരാൾക്ക് ഒരു ആത്മീയോ ഒരു ഭൗതിക വിടുതൽ ഉണ്ടായാലും എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ എന്തോ സംഭവിക്കാൻ പോകുകയാണ്, അടുത്ത ആഴ്ച ഇത് സംഭവിക്കും, അടുത്ത ആഴ്ച കാഹളം ഊതുമ്പോൾ മറ്റേത് സംഭവിക്കും എന്ന് പറഞ്ഞ് കുറെ എക്സ്പെക്ടേഷൻ കുത്തിവെക്കുന്നതല്ലാതെ ഒരു കാര്യമായിട്ടൊന്നും അവിടെ സംഭവിച്ചതായിട്ട് എൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ ഇവിടെ പല വാക്യങ്ങളും ഉണ്ടല്ലോ. അപ്പം സഹോദരൻ ഒരു വാക്യം പറഞ്ഞു, ശരിക്കും 1 യോഹന്നാൻ 4:1 പറയുന്നുണ്ട്, ഡു നോട്ട് ബിലീവ് എവറി സ്പിരിറ്റ് but test the spirit to see whether they are from God. എല്ലാ ആത്മാവിനെ വിശ്വസിക്കരുത്. അതെ,
സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ എന്ന് പറയുന്ന എല്ലാത്തിനെയും വിശ്വസിക്കരുത്. ബൈബിൾ തുറന്ന് വാക്യം വായിക്കുന്ന എല്ലാത്തിനെയും വിശ്വസിക്കരുത്. കാരണം നമ്മളെക്കാൾ നന്നായിട്ട് ബൈബിൾ കോട്ട് ചെയ്യാൻ ആർക്കറിയാം? പിശാചിനറിയാം. യേശുവിനെ പരീക്ഷിക്കുമ്പോൾ പിശാച് തിരുവെഴുത്തുകൾ വെച്ചാണ് പരീക്ഷിക്കുന്നത്. ഇപ്പം പൗലോസിന്റെ ഭാഷ പറഞ്ഞ എന്താ, വെളിച്ച ദൂതന്റെ, ഞാൻ പറയുന്നത് പെന്തക്കോസ്തിലെ പാസ്റ്ററുടെ വേഷമിട്ട് പിശാച് വരും. അത് തിരിച്ചറിയണമെങ്കിൽ ഓരോ ആത്മാവിന്റെ സോഴ്സ് ഏതാണെന്ന് യോഹന്നാൻ 4:1-2 പറയുന്നത്, ഈ ക്രിസ്റ്റോളജി നോക്കിയാൽ അറിയാം എന്താ, വേർ സ്പിരിറ്റ്. അപ്പം യേശു ജഡത്തിൽ വെളിപ്പെട്ടില്ലെന്ന് പറയുന്ന ആത്മാവൊന്നും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആത്മാവിന്റെ ശുശ്രൂഷയാന്ന് പറഞ്ഞ ഒരു കാര്യം നടക്കുമ്പോൾ ഓക്കെ, ഇത് ആത്മാവിന്റെ ശുശ്രൂഷ പോലെ ഇരിക്കുന്നു, ആത്മാവ് ഇങ്ങനൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുകയല്ല. ആത്മാവിന്റെ ശുശ്രൂഷ നടത്തുന്ന വ്യക്തിയുടെ ദൈവശാസ്ത്രം ശരിയല്ലെങ്കിൽ അത് ആത്മാവിന്റെ ശുശ്രൂഷയല്ലെന്നാണ് യോഹന്നാൻ പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, വേർഡ് ബേസ്ഡ് ആയിരിക്കണം അല്ലേ? സോ ഓക്കെ, നമ്മൾ ഈ ഒരു ഇതൊന്ന് ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്, നമുക്ക് ഇതൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിനൊരു ടൈം ബേസ് ബൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ഈ അത്ഭുതങ്ങളുടെ കാര്യം, നമ്മൾ രണ്ടുപേരും ഒരു പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ, തീർച്ചയായും ഈ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മിറക്കിൾസ് എന്ന് ഉള്ള കാര്യങ്ങൾ നാം വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. മിറക്കിൾസ് നടക്കാറുണ്ട്. മാത്രമല്ല ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്, ഇത് നാം വിശ്വസിക്കുന്ന കാര്യം തീർച്ചയായും. പക്ഷെ ഇവിടെ റിവൈവൽ നടത്തുന്ന ആൾക്കാർ അവകാശപ്പെടുന്നത് അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇതവർ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട്. ഈ 65 ദിവസമായിട്ട് വെരിഫൈബിൾ ആയിട്ടാണ് ഒരു അത്ഭുതം അവിടെ ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. അത് നാളെ ആരെങ്കിലും അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ അത് അറിയുന്നതിൽ. പക്ഷേ ആശിഷ് ബ്രദർ പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ ഇന്നും ഉണ്ട്. പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അനുഭവിക്കുന്ന ഒരാളാണ്. എന്താ, പെന്തക്കോസ്തിലെ ഒരു ശുശ്രൂഷകനാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ ഞങ്ങൾ അല്പം കൂടി വീഡിയോയിൽ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, കാണുന്നതെല്ലാം പെന്തക്കോസ്ത് അല്ല. അതെ, കാണുന്നതെല്ലാം ദൈവികം അല്ല. പെന്തക്കോസ്തിന്റെ ഒരു ക്ലാസിക്കൽ എന്താ, മുഖ്യധാര പെന്തക്കോസ്തിന്റെ ഒരു അനുഭവം ഉണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന ഇതൊന്നും ആ മുഖ്യധാര അനുഭവമായിട്ടോ തിരുവെഴുത്തുമായിട്ടോ പൊരുത്തമുള്ളതല്ല. ശരിയാണ്. ഓക്കെ, സോ ഇവിടെ പല ക്ലെയിംസ് നടത്തുന്നു. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ഇപ്പൊ ഈ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്, സൗരൻ പറഞ്ഞ പോലെ ഒരാൾക്കൊരു നന്മ ലഭിക്കുന്നത് നമുക്ക് സന്തോഷമുള്ളൂ. ബട്ട് ഇതൊരു വെരിഫൈബിൾ, ആർക്കെവിടെ ഏത്, ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് 50 കോടി 50 ലക്ഷം എന്ത് വേണേലും നമുക്കിപ്പോ എത്ര അമൗണ്ട് വിഷയമല്ല. പക്ഷെ പിന്നെ മനസ്സിലായത് ലോൺ എടുത്തത് ലോൺ സാങ്ഷൻ ആയതാ. അതെ, ലോൺ സാങ്ഷൻ ആയതാ. ഈ ലോൺ ഇപ്പം ഇതൊക്കെ നാച്ചുറൽ പ്രോസസ്സുകളാണ്. ഇതൊരു അത്ഭുതമായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല പലപ്പോഴും നമ്മൾ കാണുന്ന അത്ഭുതങ്ങളൊക്കെ വളരെ ഫ്ലിംസി ആയിട്ടുള്ള, ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന, അല്ല ഇപ്പം പാരലൈസ് ആയിട്ട് കിടക്കുന്ന ഒരാൾ എഴുന്നേക്കുന്നു, ഇദ്ദേഹം ഇതിനു മുമ്പ് പാരലൈസ് ആയിരുന്നോ അല്ലയോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആരും അന്വേഷിച്ച് പോകുന്നില്ല. അപ്പൊ ഇത് സ്റ്റേജ്ഡ് ആയിരിക്കാം സാധ്യത. അങ്ങനെയുള്ള വളരെ കേസസ് കേരളത്തിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പിന്നാമ്പുറത്ത് പോയി നോക്കിയപ്പോൾ ഇങ്ങനെ ഇല്ലെന്നും, അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ഇതിൽ അവരെ ചാടി എഴുന്നേൽപ്പിച്ചു, അവർ പിന്നെ അതിനേക്കാൾ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചെന്ന് അവസാനിച്ച കേസുകൾ ഇഷ്ടംപോലെ നേരിട്ടറിയാം. ഓക്കെ, പക്ഷേ വെരിഫൈബിൾ ആയിട്ടുള്ള, ഇപ്പം ക്രെയ്ഗ് കീനറിന്റെ തന്നെ മിറക്കിൾസ് എന്ന് പറഞ്ഞ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെരിഫൈബിൾ ആയിട്ടുള്ള മിറക്കിൾസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നെന്ന് മെഡിക്കൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ട്, ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അദ്ദേഹം അത്ഭുതം വന്ന് അദ്ദേഹത്തിന് രോഗശാന്തി വന്നതിന്റെ റിപ്പോർട്ട്സും ഉണ്ട്. അപ്പൊ അത് ഡോക്യുമെന്റഡ് ആണ്. അതപ്പം അദ്ദേഹത്തെ കണ്ട ആൾക്കാരും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് മിറക്കിൾസ് 2 രീതിയിൽ സംഭവിക്കല്ലോ. ഒന്ന്, ഒരാളുടെ ത്രൂ മിറക്കിൾ സംഭവിക്കാം. മാത്രമല്ല നമ്മൾ പ്രാർത്ഥിച്ച് ചിലപ്പം ദൈവം ക്യാൻ ഡു മിറക്കിൾസ്. മിറക്കിൾസിന്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാൻ വായിച്ച വളരെ വെറിഫൈഡ് ഒരു മിറക്കിൾ ഉണ്ട്. 1990 ഡ്യൂവൻ മില്ലർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഇനിയും ഒരിക്കലും പ്രസംഗിക്കാൻ തക്ക രീതിയിലാകത്തില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇനിയും താൻ നോർമലായിട്ട് പാസ്റ്ററൽ മിനിസ്റ്റർ ചെയ്യാൻ കഴിയത്തില്ല. താൻ അവസാനമായി തൻ്റെ ചർച്ചിൻ്റെ മുൻപിൽ നിന്ന് പറഞ്ഞു, എൻ്റെ സൗണ്ട് പോയി. ആ റെക്കോർഡിങ് ഇന്നും ഓൺലൈനിൽ അവൈലബിളാണ്. അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടും അവൈലബിൾ ആണ്.
ഡോക്ടേഴ്സ് പറഞ്ഞു ഇറിവേഴ്സിബിളായിട്ട് സൗണ്ട് പോയി, സ്പീച്ച് പോയി. താൻ ആ വീഡിയോ തുടങ്ങുമ്പോൾ തൻ്റെ സൗണ്ട് വളരെ പ്രശ്നത്തില്ല. താൻ പറഞ്ഞു ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും, പക്ഷേ ദൈവം എപ്പോഴും ഇമ്മീഡിയറ്റായിട്ട് സൗഖ്യമാക്കാറില്ല. ദൈവത്തിൻ്റെ ഹിതങ്ങൾ നമുക്കറിയത്തില്ല. പക്ഷേ എൻ്റെ സൗണ്ട് പോയി, ഐ ആം നോട്ട് ഏബിൾ ടു കണ്ടിന്യൂ. താൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ആ റെക്കോർഡിങ്ങിൽ തന്നെ തൻ്റെ സൗണ്ട് ക്ലിയർ ആകുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരിക്കലും ആ സൗണ്ട്, ആ ഒരു പമ്മി പതുങ്ങി സൗണ്ട് താൻ കഷ്ടപ്പെട്ടെടുക്കുക. തനിക്ക് സൗണ്ട് പോയി, തൻ്റെ സ്പീച്ച് എബിലിറ്റി ഓൾമോസ്റ്റ് ലൂസായി. വളരെ ഡിഫിക്കൽട്ടാണ് താൻ പറയുന്നത് മനസ്സിലാക്കാൻ. പക്ഷേ ആ റെക്കോർഡിങ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വളരെ ക്ലിയർ വോയിസ് ആയിട്ട് താൻ സംസാരിക്കുക. അത് 1990 നടന്ന ഒരു വലിയ ഒരു വെരിഫൈഡ് ആയിട്ടുള്ള അനേക ന്യൂസ് ചാനൽസിൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് പാസ്റ്റർ ഡ്യുവൻ മില്ലർ ഇങ്ങനെ ഒരു ലൈവ് റെക്കോർഡിങ്ങിൻ്റെ നടുവിൽ പുള്ളിയുടെ സൗണ്ട് സ്പീച്ച് ഇമ്പയർമെൻറ്റ് മാറി താൻ ക്ലിയർ ആയിട്ട് സംസാരിക്കാനിടയെത്തുന്നത്. താൻ ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററായിരുന്നു, പക്ഷെ തനിക്ക് ഇമ്മീഡിയറ്റ് ഹീലിംഗ് ആ സംസാരിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള അനുഭവങ്ങൾ വേറെയും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഫോൾസിഫയബിൾ ആയിട്ടുള്ള അത്ഭുതങ്ങളാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇപ്പം മനസ്സിലേക്ക് വന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ മിറക്കിൾസ് എന്ന പുസ്തകത്തിൽ തന്നെ വായിച്ചത്. ക്രെയ്ഗ് കിന്നറിൻ്റെ ബുക്ക് അവൈലബിൾ ആണ്. അതിപ്പോൾ ഇന്ത്യയിലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വെരിഫയബിൾ ആയിട്ടുള്ള ഒരു അത്ഭുതമാണ് ഡീലിയ നോക്സ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ. അവരൊരു ഫേമസ് സിംഗർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ അവൈലബിൾ ആണ്. വീഡിയോ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ അത്ഭുതം നടക്കുന്നതിൻ്റെ അല്ല, പക്ഷേ 23 വർഷത്തോളം അവർ പാരലൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് നടക്കാനുള്ള ഷീ വാസ് ഏബിൾ ടു വാക്ക്. സോ ദിസ് ഈസ് സംതിങ് വെരിഫയബിൾ. കാരണം അവരെ ചികിത്സിച്ച ഡോക്ടർമാരുണ്ട്, അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ട്, അവരെ കണ്ട ആൾക്കാരുണ്ട്, ഈ അത്ഭുതം കഴിഞ്ഞിട്ട് അവരെ കണ്ട ആൾക്കാരുണ്ട്. അപ്പം പല നിരീശ്വരവാദികളും അതിനെക്കുറിച്ച് പറയുന്നത് 23 വർഷം അവർ അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തള്ളിക്കളയെങ്കിലൊക്കെ, പക്ഷേ അല്ലെങ്കിൽ ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. ഇതിനൊന്നും നമ്മൾ എതിരല്ല. അതല്ലാതെ നമ്മുടെ ലോക്കൽ ചർച്ചുകളിലൊക്കെ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ക്യാൻസർ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള 4th സ്റ്റേജ് ക്യാൻസേഴ്സ് സൗഖ്യമായതുകൊണ്ട്. പക്ഷെ നമ്മൾ ഇത് മൈക്ക് പിടിച്ച് ആര് പ്രാർത്ഥിച്ചപ്പോൾ ആ സൗഖ്യമായെന്ന് ചോദിച്ച് മഹത്വം എടുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ആരും അറിയാത്തത്. മാത്രമല്ല നമ്മൾ ഇങ്ങനെയും പറയുന്നില്ല ഈ അത്ഭുതങ്ങൾ നടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകണ്ട അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണ്ട. ഇത് ദൈവം തന്നെ താൻ റിവീൽ ചെയ്യുന്ന ചില നിമിഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം God can do miracles, but he may not. In the natural course, God heals through natural methods of treatment and medicine. ആ ജ്ഞാനം ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ അതേസമയം സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവത്തിന് ഇന്റർവീൻ ചെയ്യാൻ കഴിയും. ഞങ്ങളുടെ ലൈഫിൽ തന്നെയും ഞങ്ങൾ എത്രയോ അസുഖങ്ങളിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഹീലിംഗ് എനിക്കും ലഭിച്ച അനുഭവങ്ങളുണ്ട്. അതെ, പക്ഷെ ഇതിനെയൊക്കെ നമ്മളൊരു പാരഡൈമിൽ വെക്കുന്നില്ല. കാരണം ആഫ്റ്റർ ഓൾ മെയിൻ തിങ്. ബട്ട് ഇത് ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഈ റിവൈവലിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് സ്ഥാപിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഈ ക്ലെയിം ചെയ്യുന്ന ആൾക്കാർ. അവര് പറയുന്നത് ഇതൊക്കെ സംഭവിക്കുന്നു, പലയിടങ്ങളിൽ സംഭവിക്കാതെ ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത് കൊണ്ട് ഇതെന്തോ സ്പെഷ്യൽ ഫ്രം ഗോഡ് ആണെന്ന് പറയുമ്പോൾ അവരാണ് തെളിവ് തരേണ്ടത്. ദിസ് ഇസ് റിയലി സ്പെഷ്യൽ. റൈറ്റ്. സോ അവിടെ തന്നെ നമ്മൾ ആ ഒരു പോയിന്റ് നമുക്ക് വിട്ടിട്ട്, ഇഫ് വി ജസ്റ്റ് ഗോ അഹെഡ്, നമ്മൾ കാണുന്ന ഈ റിവൈവലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലോർ ഇറ്റ് ടു മച്ച്, പക്ഷേ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലാൻഡ് സംഭവം. അതായത് റിവൈവൽ ചിലപ്പോൾ നടക്കുന്നത് നമ്മുടെ ഒരു ടൈം സ്കെയിലല്ല. ഇത് നടക്കുന്നതിന് മുമ്പ് റെയ്സൺ തോമസ് പാസ്റ്റർ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ പോകുന്നുണ്ട് റിവൈവലിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റേജിങ് കൃത്യമായിട്ട് എനിക്കൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളത് അതിൻ്റെ വീഡിയോസൊക്കെ ആരംഭകാലത്തെ വീഡിയോസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല പലതും. ബട്ട് ആ ലൈവിൻ്റെ ആരംഭം തൊട്ട് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. 21 ദിവസം അവിടെയുള്ള ഒരു കൂട്ടായ്മയിൽ നടന്ന ആ ഒരു മീറ്റിംഗ്, ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ 20ാം ദിവസം ഇങ്ങനെ നിർത്താൻ പറ്റാത്തതുപോലെ ഒരു അനുഭവമായിട്ട് അവർക്ക് തോന്നിയെന്നാ. പക്ഷേ ഈ പ്രസംഗത്തിലെല്ലാം അവർ പറഞ്ഞത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമുക്കറിയാമല്ലോ, നോർമൽ ഈ ഉണർവ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 1ാം ദിവസം ഒരാൾ എന്ന് പറയും എന്തോ ഇന്ന് നടക്കാൻ പോകും, 21ാം ദിവസം പറയും എന്തോ ഇന്ന് നടക്കാൻ പോകും. ഒന്നും നടക്കാറില്ലെന്നാണ് പലയിടത്തെയും സത്യം. പക്ഷെ ഇവിടെ എന്തോ അവിടുത്തെ ചില ആൾക്കാർ വീട്ടിൽ പോയില്ല, രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ വീട്ടിൽ പോകാതെ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്പം പെന്റക്കോസ്റ്റൽ അനുഭവങ്ങളുള്ള ആൾക്കാർക്ക് അറിയാം. ദിസ് ഈസ് വെരി നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം, കോമൺ ആണ്, പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവരതിനെ ആ ദിവസം തന്നെ ആസ്ബറി ആയിട്ട്
ആസ്ബറി ആയിട്ടും പെനസക്കോളയുമായിട്ടും കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ വാക്കാൽ കണക്ട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ റിവൈവലിന്റെ ആദ്യത്തെ ദിവസം നടക്കുന്ന ക്ലിപ്പുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് അവസാനം അത് ക്ലോസ് ചെയ്തിട്ട് ഈ റെക്സംബർ തോമസ് പാസ്റ്റർ അവിടെ ഇരിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ്ബറിയുടെ ഫുട്ടേജ് കാണിക്കുകയും. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ദൈവം കൺഫേം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിവൈവൽ ആണെന്ന് ആക്കി. സോ ഇവിടെ ഞാൻ ആസ്ബറി റിവൈവലിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ആസ്ബറി ലാസ്റ്റ് ഇയർ ഇത് വളരെയധികം നമ്മൾ കേട്ടൊരു ന്യൂസാണ്, പല ആൾക്കാരും കണ്ട കാര്യങ്ങളാണ്. ഈ ആസ്ബറി തീർച്ചയായിട്ടും അവിടെ ദൈവത്തിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ആസ്ബറി നടന്നത് ശരിക്കും ക്യാൻ വി ടാഗ് ദാറ്റ് ആസ് റിവൈവൽ? ആക്ച്വലി റിവൈവൽ എന്ന വാക്ക് ബൈബിളിലുള്ള ഒരു ടെർമിനോളജി, അങ്ങനെ എക്സാക്ട് ടെർമിനോളജി ഇല്ല. ബൈബിളിലുള്ള ചില ദൈവിക പ്രവർത്തികൾക്ക് നമ്മൾ റിവൈവൽ എന്നൊരു പേര് കൊടുക്കുന്നു. പക്ഷെ റിവൈവൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സഭയുടെ മുന്നേറ്റത്തിന് സഹായകരമായി ഒരു അസാധാരണ നിലയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോഴാണ് അതിന്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേന് ആൾക്കാർ മിഷൻ വർക്കിന് പോകും. ഒരു ലോങ് ടേം എഫക്ട് ഉണ്ട്. കാരണം ഈ ടിമത്തി സി ടെനറ്റ് എന്ന് പറയുന്ന ആസ്ബറിയുടെ പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾ ഇതിനെ റിവൈവൽ എന്ന് വിളിക്കുന്നില്ല, ഞങ്ങൾക്കൊരു ഉണർത്തപ്പെടൽ, ഒരു ഞങ്ങൾക്കൊരു അവേക്കനിങ് ഉണ്ടായി. ഇത് റിവൈവൽ ആണോ അല്ലയോ എന്ന് അറിയേണ്ടത് വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പറയണം, അവിടെ നിന്നുണ്ടായതിന്റെ ഫ്രൂട്ട് വെളിപ്പെടുമ്പോഴാണ് റിവൈവൽ ആണോ അല്ലയോ എന്ന് പറയുന്നത്. എനിക്ക് 70s ജീസസ് റെവല്യൂഷൻ നടന്നപ്പോഴും പല ആൾക്കാരും ആ ഒരു മൂവ്മെന്റ് ഭാഗമായിരുന്നു, പിന്നെ അവരത് വിട്ടുപോയി. പക്ഷെ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് ആ മൂവ്മെന്റിൽ നിന്നുണ്ടായ മെഗാ ചർച്ചസ് ഉണ്ട്, കാൽവറി ചാപ്പൽ ഉണ്ട്, അങ്ങനെ പല ചേർച്ചസും ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ ഫ്രൂട്ട് ഓഫ് ദ റിവൈവൽ. സോ ആസ്ബറിയിൽ നടന്നത് റിവൈവൽ ആണെന്ന് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അവര് തന്നെ ആസ്ബറിയിലെ ലീഡർഷിപ്പ് തന്നെ പറഞ്ഞു. അതെ. അപ്പൊ റിവൈവൽ എന്ന് പറയുമ്പോൾ ഒരു സംതിങ് ഒരു എനിക്കുണ്ടാകുന്ന ഒരു മിസ്റ്റിക്കൽ ഒരു സംഭവമായിട്ട് അല്ല. റിവൈവൽ എന്ന് പറയുന്നത് ദൈവം അവിടുത്തെ ജനത്തെ അവിടുത്തെ വചനത്താൽ ഉണർത്തി, അവിടുത്തെ ആത്മാവിനാൽ ഒരുക്കി, അവിടുത്തെ ദൗത്യത്തിന് വേണ്ടി സജ്ജമാക്കുന്ന ഒരു പ്രത്യേക ഒരു ആത്മീയ അനുഭവമാണ്. ഒരു മൊമെന്ററി അല്ല. നമ്മളൊരു കൂട്ടായ്മയിൽ പോകുമ്പോൾ നമുക്കൊരു ഒരു സ്പർശനം ഉണ്ടായെന്നിരിക്കാം, ദൈവത്തിൻ്റെ ഒരു സ്പർശനം നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചെന്നിരിക്കാം. ആ പാട്ട് കഴിയുമ്പോഴത്തേക്ക് ആ സ്പർശനം അവിടെ തീരും. അങ്ങനെയുള്ള ഒരു മൊമെന്ററി ഒരു അനുഭവമല്ല റിവൈവൽ എന്ന് പറയുന്നത്. പെന്തക്കോസ്റ്റിൽ നാം കാണുന്നത് പോലെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 4 പെന്തക്കോസ്റ്റ് ഉണ്ടെന്ന ഈ സഭാ ചരിത്രകാരന്മാർ പറയുന്നത്, ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്. 1 യെരുശലേമിലെ പെന്തക്കോസ്റ്റ് 2-ാം അധ്യായത്തിൽ, 2 ശമരിയിലെ പെന്തക്കോസ്റ്റ്, 3 ജെൻഡൈൽ പെന്തക്കോസ്റ്റ് ജാതികളുടെ ഇടയിലുള്ള 10-ാം അധ്യായത്തിലെ പെന്തക്കോസ്റ്റ്, 19-ാം അധ്യായത്തിൽ എഫെസോസിലുള്ള പെന്തക്കോസ്റ്റ്. 4 ഔട്ട്പോറിങ്സ് ഓഫ് ദ സ്പിരിറ്റ് ആണ് ആക്സിൽ കാണുന്നത്. ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമൂഹത്തിൻ്റെയും അവർ പാർത്ത ദേശത്തിൻ്റെയും മുഖച്ഛായ മാറ്റിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവരെല്ലാം പണക്കാരായെന്നല്ല. അത് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് റിവൈവൽ എന്ന് പറയുമ്പോൾ തന്നെ പണം ഉണ്ടാക്കാനുള്ള ദൈവം എന്തോ പണം ഇപ്പോൾ നൂലേൽ ഇറക്കി തരുമെന്നുള്ള ഒരു സിദ്ധാന്തമാണ്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നടത്തുവാൻ മതിയായവനാണ്. ദൈവമാണ് നമ്മുടെ റിസോഴ്സ്, ദൈവം പ്രൊവൈഡർ എന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ റിവൈവൽ എന്തോ ഒരു സ്പിരിച്വൽ അനുഭവത്തിൽ കൂടി ഫിനാൻഷ്യൽ പ്രോസ്പെറിറ്റി കിട്ടാനുള്ള ഒരു കുറുക്ക് വഴിയല്ല. അതെ, ഓക്കെ. പക്ഷെ അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ആസ്ബറിയിലെ അവേക്കനിങ് തന്നെ നോക്കിയാലും അവിടെ ആരും സ്റ്റാറുകളില്ല, അവിടെ ഒരു സ്റ്റാറുമില്ല. അവിടെ ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒരു കൊതിയും ഒരു കാത്തിരിപ്പും ഉണ്ട്. എന്നാൽ ഇപ്പൊ പറയുന്ന നിലവിലുള്ള ഉണർവുകളിൽ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, പെനസക്കോളയിൽ സ്റ്റീവ് ഹിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബ്രോൺസ്വിൽ AG ചർച്ചിൽ പോയി ആ ഉണർവിന്റെ ചുക്കാൻ പിടിച്ചത്. അപ്പൊ ആദ്യത്തെ ദിവസം തൊട്ട് പറയുന്നത് റെയ്സൺ തോമസ് ആ ഞങ്ങളുടെ സ്റ്റീവ് ഹില്ല്. അതുപോലെ അവിടെ പറയുക. എന്നിട്ട് ജോൺ കിൽപാട്രിക് എന്ന് പറയുന്ന അന്ന് 95-ൽ ഉണ്ടായിരുന്ന ബ്രോൺസ്വില്ലിലെ പാസ്റ്ററുടെ ഒപ്പുള്ള ഒരു ബുക്കുണ്ട്. ഈ ബുക്ക് ഒരു മീഡിയമാണ്, ഇതിൽ കൂടി പവർ ഇമ്പാർട്ട് ചെയ്യാമെന്ന് വരെ അവർ പറഞ്ഞ ക്ലിപ്സ് എൻ്റെ കയ്യിൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട് ക്ലിപ്സ് പ്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ക്ലിപ്സ് പ്ലേ ചെയ്യാത്തത്. പിന്നെ അതുകൂടാതെ വീഡിയോയുടെ ഒരു ലെങ്തിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. ബട്ട് എനിവേ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ളതേ ഉള്ളൂ. ബട്ട് ഇതിനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. കാരണം ഈ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ ഈസ് എ സെന്റർ അല്ലേ, പല ആൾക്കാരും പോകുന്ന ഇതാ. മാത്രമല്ല ഈ പെന്തക്കോസ്റ്റൽസ് ഇടയിൽ തന്നെ, അതായത് പെന്തക്കോസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരിൽ തന്നെ ഇങ്ങനത്തെ ടീച്ചിങ്സ് വളരെയധികം കൂടി വരുന്നുണ്ട്. ഈ ആസ്ബറിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ബട്ട് ബിഫോർ ദാറ്റ്, അപ്പോൾ ഇതിനെ ഒരു പെന്തക്കോസ്റ്റൽ ഫാക്ഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് അവിടെ നടക്കുന്നത്. കാരണം വളരെ ക്ലോസ് ടൈസ് ഉണ്ട് അവിടുത്തെ ലീഡേഴ്സും
പെന്തക്കോസ്റ്റൽ ചർച്ചസിലുള്ള ലീഡേഴ്സും ആയിട്ടൊക്കെ ക്ലോസ് ടൈസ് ഉണ്ട്. ഇപ്പോൾ ഇന്നലെ IPC എന്ന് പറയുന്ന പെന്തക്കോസ്റ്റിന്റെ ഒരു മുഖ്യധാര പ്രസ്ഥാനം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഈ ലിക്വിഡ് ഫയറും ഇവർ പറയുന്ന ഈ കാണുന്ന പ്രവണതകളൊന്നും ദൈവികമല്ലെന്നും അംഗീകരിക്കാൻ അല്ലെന്നും ഫൈനലി 64 ദിവസം കഴിഞ്ഞാണെങ്കിലും ഇന്നലെ അങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. അപ്പൊ അവിടെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ലീഡേഴ്സ് തമ്മിലൊക്കെ ഒരു ഈ പൊളിറ്റിക്സിൽ കാണുന്നത് പോലെ പ്രതിപക്ഷവും റൂളിംഗ് പാർട്ടിയും തമ്മിൽ അന്തർധാരയുള്ളതുപോലെ ഇവിടെ പല അന്തർധാരകളൊക്കെ കണ്ടെന്ന് വരാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇപ്പോൾ തന്നെ പറയാം, ഞങ്ങളത് പ്രൂവ് ചെയ്ത് വേണമെങ്കിൽ അല്പം കഴിയുമ്പോൾ തരാം. ഇവരും ക്ലാസിക്കൽ പെന്തക്കോസ്റ്റലിസവുമായിട്ട് തത്വത്തിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ അവിടെ കാണുന്ന ചില പ്രീച്ചേഴ്സും ചില സിംഗേഴ്സും ഒരുപക്ഷെ നിങ്ങൾ മറ്റ് പെന്തക്കോസ്റ്റൽ സ്റ്റേജസിലും കാണാം, ഒരുപക്ഷെ അതിന്റെ തിയോളജി പോലും മനസ്സിലാക്കുന്നില്ലായിരിക്കാം. നമ്മൾ അതിലേക്ക് വരാം. പക്ഷേ ലിക്വിഡ് ഫയർ അല്ലെ, അതൊരു നമ്മൾ അതിനെ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ഫയർ എന്നുള്ള ടേം തന്നെ തെറ്റാ. കാരണം ഈ ഫയർ എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് അല്ല, അത് പ്ലാസ്മയാണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് തിയോളജി എങ്കിലും ശരിയല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്സ് ടീച്ചറാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഒരു സയന്റിഫിക്കലി എങ്കിലും അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് ടേം ചെയ്താൽ നന്നായിരിക്കാം. കാരണം ഫയർ ലിക്വിഡായിട്ട് ആർക്കും ഒഴിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ ഡിഫറെന്റ് സ്റ്റേറ്റ്. എനിവേ, ദാറ്റ് ബിസൈഡ് ദ പോയിന്റ്. ഇത് ഇത്രയും നമ്മൾ ദ റീസൺ വൈ വി ആർ ഡിസ്കസിങ് ദിസ് ഈസ്, അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് പെന്തക്കോസ്റ്റൽസ് ആർ ബീങ് ഇൻഫ്ലുവൻസ്ഡ്. മാത്രമല്ല ഇതിന് പെന്തക്കോസ്റ്റലിസമായിട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ടിൽ കിടക്കുന്ന തിയോളജിക്കൽ ഫ്രെയിം വർക്ക് ഈസ് വെരി ഡിഫറെൻറ്റ്. അത് ഇതുവരെ ആരും പല വിമർശനങ്ങൾ ഈ റിവൈവലിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. പലരും ഇതിനെ ബിബ്ലിക്കലായിട്ടും അല്ലാതെയും ക്ലിപ്പുകൾ ഇട്ട് പ്ലേ ചെയ്ത് പല കാര്യങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഞങ്ങളത് അഭിനന്ദിക്കുന്നു. അങ്ങനെ ഒരു ആർജവം ചിലരെങ്കിലും കാണിച്ചല്ലോ. ആ ദൈവദാസന്മാരെയും വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബട്ട് അവർക്ക് പറയാൻ കഴിയാഞ്ഞ ഒരു ഭാഗം ആണ് ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കാണുന്ന നൂതന ഉണർവ് സംഘങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളുടെ വേദശാസ്ത്ര അടിത്തറ പെന്തക്കോസ്റ്റൽ വേദശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, ഘടകവിരുദ്ധമാണ്. പെന്തക്കോസ്റ്റൽ തിയോളജിയും ഇന്ന് കാണുന്ന ഈ നൂതന ഉണർവ് സംഘങ്ങളിൽ വെളിപ്പെടുന്ന ആ ആത്മപ്രവൃത്തി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന അതിൻ്റെ പിന്നിലുള്ള ദൈവശാസ്ത്രം രണ്ടും ഒരു അർത്ഥത്തിലും ചേർച്ചയുള്ളതല്ല. മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾ ഇന്നലെയല്ല 70 വർഷങ്ങൾക്ക് മുൻപ് തൊട്ടേ ഈ പ്രവണതകളെ ഖണ്ഡിച്ചു വരികയാണ്. അതെ, എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ചേർച്ചസിനെ ടേം ചെയ്യുന്നത് ന്യൂജൻ എന്നാണ്. ന്യൂജൻ, അതെനിക്ക് തോന്നുന്നു ഒരു ഫിലിം ഇൻഡസ്ട്രി ടെർമിനോളജിയാണ് ന്യൂജൻ. പക്ഷെ അതിനേക്കാൾ ഉപരി ഇവരുടെ തിയോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് പ്യുവർലി NAR അല്ലെ. NAR എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ന്യൂ അപ്പോസ്റ്റോളിക് റിഫർമേഷൻ. ഇത് ന്യൂ അപ്പോസ്റ്റോളിക് റിഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഇതൊരു ഫോർമൽ ഓർഗനൈസേഷൻ അല്ല. കാരണം നിങ്ങൾ ചെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ ചർച്ച് ന്യൂ അപ്പോസ്റ്റോളിക് റിഫർമേഷൻ ചർച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഡിനൈ ചെയ്യും. കാരണം അങ്ങനെ ഒരു ടേം പോലും അവർ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും. പക്ഷേ ദിസ് ഈസ് എ ടേം ദാറ്റ് ഈസ് ഗ്രൂപ്പിംഗ്, അതായത് പ്രത്യേക നേച്ചറുള്ള ചർച്ചിനെ, ഈ സ്വഭാവമുള്ള സഭകളെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ്. അതെ, 1990-കൾ മുതലാണ് ഇങ്ങനെ ഒരു ടെർമിനോളജി വരുന്നതെങ്കിലും ഇത് 1940-കൾ മുതലേ ഇതിൻ്റെ ഒരു തായ്വേര്, ഇതിൻ്റെ റൂട്ട്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. നമുക്ക് പെന്തക്കോസ്റ്റ് ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ഉള്ളത് നല്ലതാണ്. അത് ഇപ്പം നമ്മളിപ്പം ഈ അനോയിന്റിംഗ് എന്ന് കേൾക്കുമ്പോഴും ഫയർ എന്ന് കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ തെറ്റിപ്പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാസ്റ്റേഴ്സും ഇതേ ടേംസ് യൂസ് ചെയ്യും. പക്ഷെ അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം വേറെയാ. ഇപ്പൊ പെന്തക്കോസ്റ്റലിസം അതിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ യു കനോട്ട് സേ ദാറ്റ് ഓക്കെ അസൂസ സ്ട്രീറ്റ് റിവൈവൽ ഉണ്ട്. പക്ഷെ അതേസമയം ഈ പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് ചർച്ച് ഹിസ്റ്ററിയിൽ 20th സെഞ്ചുറിയുടെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഉണ്ടായി വരുന്നൊരു കാര്യമല്ലല്ലോ. അത് ജസ്റ്റ് ആ ബ്രീഫായിട്ടൊന്ന് ഹിസ്റ്ററി ഒന്ന് പറയുകയാണെങ്കിൽ പെന്തക്കോസ്റ്റ് ചരിത്രം വളരെ ചില വർഷങ്ങളായി ഞാൻ വ്യക്തിപരമായി പഠിക്കുകയും അനേക ഇടങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത്, പെന്തക്കോസ്റ്റ് അനുഭവം 20-ാം നൂറ്റാണ്ടിൽ പെട്ടെന്ന് റീസ്റ്റാർട്ടായി വന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ടല്ല. അതിനു മുൻപ് തന്നെ വ്യത്യസ്ത സഭാചരിത്രത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ആത്മാവിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്.
അന്യഭാഷ അടയാളത്തോട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവമക്കൾ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് നമ്മൾ ടെർട്ടുലിയന്റെ മൊണ്ടാനിസത്തിലേക്ക് വരുമ്പോൾ 2-ാം നൂറ്റാണ്ടിൽ തന്നെ മൊണ്ടാനിസം പിന്നീട് ഒരു കൾട്ടിക് രീതിയിൽ പോയെങ്കിലും അതിന്റെ ആരംഭത്തിൽ സഭാപിതാവായ ടെർട്ടുലിയനും അതിന്റെ ഭാഗമായി അതിനെ സപ്പോർട്ട് ചെയ്യുകയും അവിടെ ആത്മപ്രവൃത്തികൾ ഉണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നു സ്കോട്ടിഷ് അവേക്കനിങ്ങിലൊക്കെ വരുമ്പോഴത്തേന്, റിവൈവലിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഈ ഇങ്ങനത്തെ ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്, ഗ്രേറ്റ് അവേക്കനിങ്ങിൽ എല്ലാ നിലയിലുള്ള മാനിഫെസ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അതുപോലെ അംഗീകരിച്ചില്ലെങ്കിലും ആത്മാവിന്റെ പ്രവൃത്തി വരുമ്പോൾ തീർച്ചയായും ജനം പ്രതികരിക്കുമെന്നുള്ള ആശയം റിഫോംഡായ ജോണതൻ എഡ്വേർഡ്സ് ഉൾപ്പെടെ മറ്റ് വെസ്ലി ബ്രദേഴ്സ് ഉൾപ്പെടെ ഇവരെല്ലാം ഇതിൻ്റെ അനുഭവങ്ങളെ ഒരു ബിബ്ലിക്കൽ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ വെസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് അസൂസ സ്ട്രീറ്റ് റിവൈവൽ ആണല്ലോ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് അതൊരു വേൾഡ് വൈഡ് മൂവ്മെന്റ് അല്ല. എനിക്ക് തോന്നുന്നു അസൂസ സ്ട്രീറ്റിന് മുമ്പും ഇന്ത്യയിൽ തന്നെ അതൊന്നും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പലരും ചിന്തിക്കുന്നത് ടൊപ്പേക്ക കാൻസാസിലെ ബഥേൽ ബൈബിൾ കോളേജിലും അസൂസ സ്ട്രീറ്റിലും മാത്രം ഉരുത്തിരിഞ്ഞു വന്ന ഏതോ അനുഭവമാണ് പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് എന്നാണ്. പക്ഷെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇന്ന് പെന്തക്കോസ്റ്റൽ ഹിസ്റ്ററിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രത്യേക സത്യം മൾട്ടിപ്പിൾ ജെറുസലേം തിയറി എന്നൊക്കെ ഞങ്ങൾ അതിനെ വിളിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തെല്ലാം പെന്തക്കോസ്റ്റ് അനുഭവം എത്തിയെന്നല്ല, വ്യത്യസ്ത ലോക ഭൂഖണ്ഡങ്ങളിൽ ഈ എക്സ്പീരിയൻസ് ഉണ്ടായി. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ തന്നെ 19-ാം നൂറ്റാണ്ട് 2-ാം ഭാഗത്തിൽ 3 ഉണർവുകൾ നടന്നു. അരുളപ്പൻ എന്ന് പറയുന്ന ഒരു ഉപദേശി, അതുമല്ലാതെ തമിഴ് ഡേവിഡ്, വേർഡ്സ്വർത്ത് എന്നീ ദൈവദാസന്മാരുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലും തിരുനെൽവേലിയിലൊക്കെയും ഈവൻ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ പോലും ആത്മപ്രവർത്തികൾ ഉണ്ടാകുകയും ആത്മാവിൽ നൃത്തം ചെയ്ത്, സാജു ജോൺ മാത്യുയുടെ പെന്തക്കോസ്റ്റ് ചരിത്രത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മർത്തോമ പള്ളിക്കുള്ളിൽ ആരാധിച്ച് ശീലാന്തിയുടെ മേളിൽ കയറി ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എക്സ്യൂബറന്റ് ആയിട്ടുള്ള വർഷിപ്പ്. ഇറ്റ്സ് ഓൾ ബിഫോർ അസൂസ. അസൂസ നടക്കുന്നതിന് മുൻപുള്ള തെളിവുകൾ ധാരാളമുണ്ട്. അപ്പൊ ഞാൻ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാണുന്ന പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് ഒരിടത്ത് ആരംഭിച്ചതല്ല. ലോകത്തെ വിവിധയിടത്തുണ്ടായ മുക്തി മിഷൻ 1906 പണ്ഡിത രമാബായി നടത്തിയ, ഖേഡ്ഗാവിൽ നടത്തിയ, ആ മഹാരാഷ്ട്രയിലെ ആ ഒരു ഗ്രാമത്തിൽ നടന്ന ആ ഒരു ആശ്രമത്തിൽ വെളിപ്പെട്ട ആത്മപ്രവൃത്തി, അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ ആത്മപ്രവൃത്തി ഉണ്ടായി. എന്നാൽ ഇവരെല്ലാം തിരുവെഴുത്തിന്റെ അടിത്തറയിൽ നിന്ന്, തിരുവെഴുത്തിന്റെ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ അതിൻ്റെതായ അതിർവരമ്പുകളെ മനസ്സിലാക്കിയാണ് അവർ ഈ ഉണർവുകളെ മുൻപോട്ട് കൊണ്ടുപോവുകയും അതാണ് ഇന്ന് കാണുന്ന ഡിനോമിനേഷൻസ് ആയി മാറുന്നത്. ഇനി ഇവിടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ചർച്ച് ഹിസ്റ്ററിയിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല 19th സെഞ്ച്വറിയും 20th സെഞ്ച്വറിയുടെ ആദ്യവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ എക്സ്പീരിയൻസസ് ഉണ്ടാവുകയും 1896 ഉണ്ടായ ഒരു ഹോളിനെസ് ചർച്ചാണ് പിന്നീട് ചർച്ച് ഓഫ് ഗോഡായി 1906 മാറുന്നത്. ഒരു പെന്തക്കോസ്റ്റൽ ഡിനോമിനേഷനായി അവർ തീരുകയാണ്. 1914 ഇങ്ങനത്തെ അഭിപ്രായങ്ങളുള്ള ആത്മപ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന കെട്ടുറപ്പുള്ള സഭകൾ കൂടി വന്നിട്ട് ഒരിക്കൽ അവർ കൂട്ടായ്മ കൂടിയിട്ട് പറഞ്ഞു, വി വിൽ ബിക്കം ആൻ അസംബ്ലി ഓഫ് ചർച്ചസ്. അങ്ങനെയാണ് അസംബ്ലി ഓഫ് ഗോഡ് എന്ന്, അസംബ്ലീസ് ഓഫ് ഗോഡ് വരുന്നത്. ആ മൂവ്മെന്റ് കേരളത്തിൽ വന്നതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അതിൽ നിന്നാണ് IPC എന്നൊക്കെയുള്ള മൂവ്മെന്റ്സ് കേരളത്തിൽ വന്നത്. ഈ അനുഭവങ്ങൾ ഓൾറെഡി സൗത്ത് ഇന്ത്യയിൽ വെളിപ്പെട്ടതാണ്. വെസ്റ്റിൽ നിന്ന് വന്ന മിഷണറീസ് ഇതിനെ ഒന്ന് ഓർഗനൈസേഷണൽ ആക്കാൻ സഹായിച്ചത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഇൻഡിജിനസ് നേച്ചറാണ് നമ്മൾ ഈ മൂവ്മെന്റിൽ കാണുന്നത്. അതെ. ഇനി നമ്മൾ ഇതിന്റെ ദിസ് ഇസ് എ മൂവ്മെന്റ്, റൈറ്റ്? 20th സെഞ്ച്വറിയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മൂവ്മെന്റ് ആയ, മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഇത് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് സെക്ട് ആഫ്റ്റർ റോമൻ കാത്തോലിസിസം. ഇനിയും ദാറ്റ് ഈസ് ദ ബിഗിനിങ്. ഇനി ഇതിന്റെ തിയോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽസ് പൊതുവെ പറയുന്നത് there is infilling of the Holy Spirit. അല്ലെ, ക്ലാസിക്കൽ പെന്തക്കോസ്റ്റലിസം പറയുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശു കർത്താവ് എന്ന് പറയാൻ കഴിയത്തില്ല. That is biblical. അത് ബൈബിൾ ബേസ്ഡ് ആണ്. എന്നിട്ട് ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തി, രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷ സംഭവിച്ച വ്യക്തിയാണ് സ്നാനപ്പെടുന്നത്. ആ സ്നാനപ്പെട്ട വ്യക്തി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. കാരണം ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് ഉണ്ട്. 1-2 തെളിവുകളായി ക്ലാസിക്കൽ പെന്തക്കോസ്റ്റലിസത്തിൽ പറയുന്നത് യേശു പരിശുദ്ധാത്മാവിനാണ് ജനിച്ചത്.
30-ാം വയസ്സിൽ ആ യേശുവിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണ്ടി വന്നെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ഒരു ദൈവ പൈതലിന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് വേണം. ആ സെക്കൻഡ് ബ്ലെസ്സിങ് അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് പ്രാധാന്യമായി പ്രത്യക്ഷമായ അടയാളം അതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലാസിക്കൽ പെന്റക്കോസ്റ്റലിസം ഒരു സെക്കൻഡ് ബ്ലെസ്സിങ്ങിൽ പരിശുദ്ധാത്മാവിൻ്റെ 2ാം അനുഭവത്തിൽ വിശ്വസിച്ചു. എന്തിനാണ്? ജയജീവിതത്തിനും യേശു കർത്താവ് തന്ന ദൗത്യം ഫുൾഫിൽ ചെയ്യാൻ വി നീഡ് ദ പവർ ഓഫ് ദി അതാണ് ഫുൾഫിൽ ദി ഗ്രേറ്റ് കമ്മീഷൻ ആൻഡ് ടു ലീഡ് എ ഹോളി ലൈഫ് അല്ലേ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൈം എന്താ പറയുന്ന ഡോക്ട്രിൻ അല്ലേ. പിന്നെ 4-fold ഗോസ്പലായിട്ടും ഫുൾ ഗോസ്പലായിട്ടും ഒക്കെ പറയാറുണ്ട്. ഈ 4 തൂണുകൾ യേശു, നമ്മൾ പരസ്യയോഗത്തിലൊക്കെ പറയും, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു രാജാതി രാജാവായി. എനിക്കത് 4 സ്ക്വയർ ചർച്ച് അത് നമ്മുടെ ഇന്ത്യയിൽ അധികമില്ല. ബട്ട് അതിന്റെ സിംബോളിലും അതൊരു നമ്മുടെ ചർച്ച് ഓഫ് ഗോഡ് പോലെ തന്നെ ഉള്ള ഒരു ഫുൾ ഗോസ്പൽ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്. സോ അതാണ് നമ്മൾ ഈ ചർച്ച് ഓഫ് ഗോഡ് എടുത്താലും IPC എടുത്താലും അസംബ്ലീസ് ഓഫ് ഗോഡ് എടുത്താലും ദീസ് ആർ ഓൾ ക്ലാസിക്കൽ പെന്റക്കോസ്റ്റൽ ചർച്ചസ്. ഇവരുടെ ഉപദേശം കിടക്കുന്നത് അതിൻ്റെ ഒരു ഫോർമൽ രീതിയിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ ചർച്ചകളെല്ലാം പഠിപ്പിക്കുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ഈ അഭിഷേകം എന്നുള്ളൊരു വാക്കിനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് അല്ലേ. എന്താണ് ഈ വാക്ക്? ഓഫ് കോഴ്സ് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കുമ്പോഴത്തേന് നമ്മൾ പൊതുവെ അഭിഷേകം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ ഈ പരിശുദ്ധാത്മാവിന്റെ ഇൻഫില്ലിംഗ് നടക്കുമ്പോൾ ബാപ്റ്റിസം ഓഫ് ദി സ്പിരിറ്റ്, ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് ലൈഫ് ടൈം എക്സ്പീരിയൻസ്. എഫിഷ്യൻസ് 5:18 പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. നിറഞ്ഞ് വീഞ്ഞു കുടിച്ച് മത്തരാകൽ, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നു, ആത്മാവിനാൽ നിറയണം, ബി ഫിൽഡ്. ആ ഫില്ലിംഗ് കണ്ടിന്യൂസ് ആണെങ്കിലും ഈ ഇൻഫില്ലിംഗ്, ഈ ബാപ്റ്റിസം ഇസ് എൻ ഇവന്റ്, റൈറ്റ്? ഓക്കെ, ആ ഇവന്റിനെയാണ് പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അഭിഷേകം എന്ന് നമ്മൾ പറയുന്നത്. അഭിഷേകം എന്ന വാക്ക് പുതിയ നിയമത്തിൽ അത്ര വിരളമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഈ അഭിഷക്തൻ എന്ന വാക്ക് ക്രിസ്റ്റോസ്, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ മെഷാക്ക്, അത് ഹീബ്രു വാക്ക്. നമ്മൾ പറയുമ്പോൾ അത് ഈ പഴയ നിയമത്തിൽ രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ, ഈ 3 കൂട്ടരാണ് തൈലക്കൊമ്പിലെ അഭിഷേകത്തിൽ കൂടി നിയമിക്കപ്പെടുന്നത്. അപ്പൊ ആ രാജാവും പുരോഹിതനും പ്രവാചകനും മാത്രം വെച്ചിരുന്ന ആ ഒരു അനോയിന്റിങ് ഒരു വ്യക്തിയിൽ സമ്മേളിക്കുകയാണ്. യേശു രാജാവാണ്, യേശു പുരോഹിതനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, യേശു പ്രവാചകനാണ്. അപ്പൊ ആ 3 ഓഫീസസ് കൂടെ ഒരു വ്യക്തിയിൽ വരുന്നതാണ് അഭിഷക്തനായ പഴയ നിയമ പ്രതീക്ഷയുടെ എല്ലാം വാഗ്ദത്തങ്ങളുടെ എല്ലാം സാക്ഷാത്കരണമായ മസിഹ, ദി അനോയിന്റഡ് വൺ. അവനിൽ നാം ആകുമ്പോൾ, വെൻ വി ബിക്കം പാർട്ട് ഓഫ് ക്രൈസ്റ്റ്, ഒരർത്ഥത്തിൽ വി ആർ പാർട്ട് ഓഫ് ദി അനോയിന്റഡ് വൺ. അപ്പൊ ആ കർത്താവിന്റെ ജീവിതം നമ്മുടെ പാറ്റേൺ ആയി മാറിയിരിക്കുക. ആ കർത്താവിന്റെ ജീവിതത്തിലെ പാറ്റേൺ നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കണമെങ്കിൽ കർത്താവിൽ വന്ന ആ ഹോളി സ്പിരിറ്റിന്റെ ആ ഒരു പോറിങ്, ആ ആത്മനിറവിന്റെ അനുഭവം നമ്മളിൽ വരണം. എന്ന് പറഞ്ഞാൽ അനോയിന്റിങ് എന്ന് പറയുന്നത് എന്തോ ഒരു ഫീലിംഗ് അല്ല. അനോയിന്റിങ് എന്ന് പറയുന്നത് ഒരു ക്രൈസ്റ്റ് സെന്റേർഡ്, ക്രൈസ്റ്റ് ഇമിറ്റേറ്റിംഗ് ലൈഫ്, ക്രിസ്താനുരൂപത, ക്രിസ്തുവിൻ്റെ ആ സ്വരൂപത്തോട് അനുരൂപമാകുന്ന ജീവിതത്തിൽ സമർപ്പിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയ ആത്മശക്തിയാണ് ഈ അഭിഷേകം ക്ലാസിക്കൽ പെന്റക്കോസ്റ്റലിസത്തിൽ സൂചിപ്പിക്കുന്നത്. And the anointed one is Christ. Anointed one, the anointed one is Christ. ഇനിയും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പലപ്പോഴും ഈ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഫ്രഷ് അനോയിന്റിങ്, ഒരു ഫ്രഷ് ഗ്രേസ്, അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്തോ ഈ നമ്മൾ ഈ ഫ്രഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജ്യൂസൊക്കെ എടുത്ത് അത് ഫ്രഷ്, അതിന്റെ ഫ്രഷ്നെസ് പോയി കഴിയുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് അടിക്കുന്നത് എന്താണ്? അതിലൊരു സത്യം ഇതാണ്, അതിലൊരു സത്യത്തിന്റെ ഒരു ഘടകമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ഒരു റിന്യൂവൽ, ന്യൂനെസ്, ആത്മാവിന്റെ ഒരു നവീകരണം നമുക്ക് ആഗ്രഹിക്കാം, ആവശ്യപ്പെടുന്നത് തെറ്റില്ല. ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ഔട്ട്പോറിംഗ് ഓഫ് എ ഫ്രഷ് അനോയിന്റിങ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവരുടെ ലാംഗ്വേജ് എന്ത് തന്നെയായാലും ഇവർ പറഞ്ഞു വെക്കുന്നത് അഭിഷേകം കിട്ടി അന്യഭാഷ സംസാരിക്കുന്നുണ്ടായിരിക്കാം, ഉണ്ടാകത്തില്ല, ഇപ്പം അത് വളരെ കുറവാണ് പൊതുവെ. അത് ഓക്കെ, അവിടേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം, എന്തെങ്കിലും ഫിസിക്കല് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ആകണം. ചിലപ്പോൾ കസാര എടുത്ത് വിടാൻ തോന്നിയാ അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒക്കെ സംഭവിക്കണം. അപ്പോൾ കസാര എടുത്ത് ഓടിയ ആൾ ഒരിക്കൽ പറഞ്ഞത്, ഈ റിവൈവലിൽ തന്നെ പറഞ്ഞത്, ഇപ്പോൾ ബെനിഹിൻ ഇവരെല്ലാം ഇമ്പാർട്ടേഷൻ, അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ബെനിഹിൻ തലയിൽ കൈ വെച്ചപ്പോൾ പുള്ളിക്ക് ഒന്നും തോന്നിയില്ല.
പക്ഷേ അങ്ങ് തോന്നിപ്പിക്കണം. പുള്ളി അങ്ങ് വീണ് കൊടുത്തു. കാരണം എന്താ, നമുക്കൊന്നും തോന്നിയില്ലെങ്കിലും നമ്മളങ്ങ് ബൈ ഫെയ്ത്ത്, ആക്ട് ഓഫ് ഫെയ്ത്ത് എന്ന നിലയിൽ നമ്മളങ്ങ് വീഴുക. നിങ്ങൾ ഈ റിവൈവൽ വന്നു, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വന്നു, നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലെങ്കിലും നിങ്ങൾ ആക്ട് ഓഫ് ഫെയ്ത്ത് ആയിട്ട് എന്തെങ്കിലും അങ്ങ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ടിക്കറ്റിന്റെ പൈസ എങ്കിലും മുതലാക്കണ്ടേ. അപ്പൊ ഇവിടുത്തെ വിഷയം അനോയിന്റിങ് എന്ന് പറയുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുക. ഓക്കെ, അപ്പം എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ലയോ? ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ലെങ്കിൽ ആത്മാവ് വന്നത് അറിയാം, പഠിപ്പിക്കുന്നത്. പക്ഷെ ആത്മാവ് വന്നത് മാനിഫെസ്റ്റേഷൻ തരാനല്ല. റൈറ്റ്. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകും, ആക്സ് 1:8. പക്ഷെ ആത്മാവ് വന്നത് എന്നെ എന്തോ ഒരു ഗുഡ് ഫീലിങ്ങിലാക്കി, എനിക്കെന്തോ നല്ല ഒരു കുളിർമ, ഒരു സംഭവം തോന്നിപ്പിച്ച് എന്നെ വിടുകയല്ല. ആത്മാവ് വന്നത് എന്നെ സാക്ഷിയാക്കാനാ. ഇപ്പം ഉദാഹരണം പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന വിപാസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഞാൻ കേട്ടൊരു കാര്യമാണ്, എന്നെ അത് വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നമ്മൾ കാർ പോർച്ചിൽ കാർ ഓണാക്കുമ്പോൾ, കാർ സ്റ്റാർട്ടാക്കുമ്പോൾ ഇഞ്ചിൻ എന്ത് ചെയ്യും? ശബ്ദം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഈ കാർ ഓൺ ആക്കുന്നത് ഇഞ്ചിന്റെ ശബ്ദം കേൾക്കാനല്ല, നമ്മളൊരു സ്ഥലം വരെ പോകാനാണ്. അതുപോലെ ആത്മാവ് വരുമ്പോൾ സംതിങ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകാം. പക്ഷെ ഈ മാനിഫെസ്റ്റേഷൻ തന്നിട്ട് പോകാനല്ല ആത്മാവ് വരുന്നത്, ഒരു ദൗത്യത്തിലേക്ക് എന്നെ ഒരുക്കാണ്. ആ ദൗത്യം നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്തോ എനിക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സംഭവിക്കാൻ വേണ്ടി എന്തൊക്കെ കരുതി കൂട്ടി ചട്ടം കെട്ടി എന്തെങ്കിലും അവിടെ സംതിങ് മസ്റ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞ് ഡ്രമ്മപ്പ് ചെയ്യുന്നതൊന്നും അനോയിന്റിങ് അല്ല, അത് ഗിമ്മിക്സാ. ഇനി ഈ അനോയിന്റിങ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇതിന്റെ കൂടെ തന്നെ ഉള്ളൊരു വേർഡാണ് ഫയർ.